ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഫാമിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് പങ്കുവയ്ക്കുന്നത്. നല്ല കാറ്റത്തും മഴയത്തും ഒരു പ്ലാവ് ഒടിഞ്ഞു വീണ ഒരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നല്ലോ. ആ പ്ലാവിൻ്റെ അവസ്ഥയാണിത്. പ്ലാവ് ഒടിഞ്ഞു പോയ സമയത്ത് പ്ലാവിൻ്റെ മുകളിൽ ബക്കറ്റ് വയ്ക്കാൻ ഞങ്ങൾ മറന്നുപോയി. ബക്കറ്റ് എന്തിനാണ് വയ്ക്കുന്നതെന്നറിയോ? ചെടി ഒടിഞ്ഞ സ്ഥലത്തിൽ കൂടി മഴവെള്ളം ഇറങ്ങി ഫംഗസ് വന്നാൽ ചെടി തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ പുതുനാമ്പുകൾ നമ്മളോട് പറയുന്നത് എന്താണെന്നോ? പേടിക്കണ്ട, ഞാൻ സേഫാണെന്നാണ്. ഇനി നമ്മൾ പോകുന്നത് റംബൂട്ടാൻ ചെടിയുടെ അടുത്തേക്കാണ്. റംബൂട്ടാൻ നിറയെ കായ്ച്ചിരുന്നു. പക്ഷേ നല്ല കാറ്റിലും മഴയിലും പിടിച്ച കായ്കളിൽ നല്ലൊരു ശതമാനം താഴെ വീണ് പോയി. ആദ്യമായിട്ടാണ് റംബൂട്ടാൻ കായ്ക്കുന്നത്. കായ് വലിപ്പം വളരെ ചെറുതാണെങ്കിലും നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇതേതാ ഈ തലയില്ലാത്ത ചെടി എന്നാണോ ചിന്തിക്കുന്നത്? മട്ടോവ ചെടിയാണ്. മട്ടോവ ചെടി നല്ല ഹൈറ്റ് വയ്ക്കുന്നതാണ്. ഞങ്ങളുടെ ചെടി നല്ല ഹൈറ്റിൽ പോയി. കാറ്റത്തും മഴയത്തും ഒരു ഭാഗം ഒടിഞ്ഞു പോയി, ബാക്കി ഞങ്ങൾ മുറിച്ചു കൊടുത്തു. നല്ല ഹൈറ്റ് വെച്ച് പോയാൽ കായ ഉണ്ടാകുമ്പോൾ മുകളിലത്തെ കായകൾ പറിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, പുതിയ നാമ്പുകൾ നിറയെ മട്ടവ ചെടിയിലും വന്നിട്ടുണ്ട്. ഈ ചെടിയും സേഫാണ്. വാ, ഇനി നമുക്ക് കശുമാവിൻ്റെ അടുത്തേക്ക് പോവാം. നേരത്തെ കശുമാവ് നിങ്ങൾ കണ്ടതല്ലേ? നീരാളി പോലെ നിറയെ ബ്രാഞ്ചസ് പറമ്പിലെല്ലാം നിലമുട്ടി കിടക്കുകയായിരുന്നു. മുടി വെട്ടി ഒതുക്കുന്നത് പോലെ കശുമാവിൻ്റെ ബ്രാഞ്ചസൊക്കെ ഞങ്ങൾ വെട്ടി ഒതുക്കിയിട്ടുണ്ട്. മുന്നത്തെ കശുമാവ് കാണിച്ചു തരാം. കണ്ടോ എങ്ങനെയാണ് അതിൻ്റെ ബ്രാഞ്ചസ് നിലമുട്ടി കിടന്നിരുന്നേന്ന്? ഇപ്പം മുടിയൊക്കെ ഒതുക്കി മിടുക്കനായി. പറമ്പാണെങ്കിൽ നിറയെ പുല്ല് പിടിച്ച് കാട് പോലെയായി. വീഡ് ഷീറ്റ് ഇട്ട ഭാഗം മാത്രം പുല്ല് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ നടക്കാം. വരും ദിവസങ്ങളിൽ ഈ പുല്ലൊക്കെ വെട്ടിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളിൽ വീഡ് ഷീറ്റ് ഇടാനുള്ളൊരു പ്ലാനുണ്ട്. ഈ പറിച്ചു കളയുന്ന പുല്ലുകളൊന്നും വേസ്റ്റ് അല്ല കേട്ടോ. ഇതൊക്കെ ഒരു ഫാർമറിൻ്റെ നല്ല കൂട്ടുകാരനാണ്. ഈ പുല്ലുകളൊക്കെ നാളെ ചെടിക്ക് വളമായി മാറും. ഫാമിലെ മറ്റൊരു കാഴ്ച കണ്ടോ? മഴക്കാലമായതുകൊണ്ട് ഫാമിൽ അവിടെ ഇവിടെ ഇതുപോലത്തെ കൂണുകളും വളർന്നു വരുന്നുണ്ട്. ഈ വീഡിയോ ഓർമ്മയുണ്ടോ? ഫാമിൽ പുല്ലുകളെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ട സമയത്തെടുത്ത വീഡിയോയാണ്. ഇപ്പോൾ കണ്ടില്ലേ എന്തുമാത്രം പുല്ല് പിടിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ശരി, ഇന്നത്തെ ഫാമിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയുമായി വരാം. താങ്ക്